ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള നമ്മൾ തിരൂരിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു ബീച്ചാണ് കേട്ടോ. വേറെ എവിടെയൊന്നുമില്ല, നമ്മുടെ ഉണ്ണിയാല് ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 4:30 ടൈം ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 5:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും ഞാനും ഉപ്പയും കഥയും മക്കളും കൂടെ ആയിട്ടോ പോണത്. അപ്പോൾ കണ്ടില്ല ഉമ്മാൻ്റെയൊക്കെ മൊത്തം സന്തോഷം. അത് മതി നമുക്ക്. അവരാഗ്രഹിക്കുന്നത് എന്താണോ അതന്നെ. അപ്പോൾ അവർ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ വണ്ടിയിൽ പോയി കയറി ഇരുന്നിട്ടുണ്ട്. ഞാൻ നേരെ വയ്ക്കുന്നപ്പോൾ നമുക്ക് ചീത്തയാക്കണ്ടല്ലോ. അങ്ങനെ ഞാനും അയാൾ നേരത്തെ കാലത്തെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയാൽ ബീച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ തിളങ്ങി നിൽക്കില്ലേ. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ നാട്ടിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് വന്നെന്ന് പറഞ്ഞു നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ കുറേ നമ്മൾ ഉണ്ണിയാൽ ബീച്ചിൽ പോകണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് നോമ്പിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി നോമ്പ് തുറക്കാനൊക്കെ. പക്ഷേ നമ്മൾ അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണിയാൽ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത്രയും അടുത്ത് നമ്മൾ ഇത്രയും ഫേമസ് ആയിട്ടൊരു ബീച്ചിൽ നിന്നായിരുന്നു കൂടെ പോകാതിരിക്കുന്നത് ഭയങ്കര ഒരു സങ്കടമായി പോയിട്ട്. അത് പോയി വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത്ര ലേറ്റായി എന്നുള്ള. അത്രയും അടിപൊളിയായിട്ട് അവിടുത്തെ ആംബിയൻസും മറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും പോയി നോക്കുക. അത്രയും അടിപൊളിയാണ്. അതപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് വെച്ചിട്ടൊന്നും ഒരു പറഞ്ഞതിൽ അല്ലെങ്കിൽ വീട് കാണലൊന്നുമല്ല കേട്ടോ. അത് നമ്മൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് കാണണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കണ്ടില്ല. എല്ലായിടത്തും വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം കുറവായിരുന്നു കേട്ടോ. അതായത് സ്പേസ് ഉണ്ടായിരുന്നില്ല, സൗകര്യം കുറവല്ല, സ്പേസ് ഉണ്ടായിരുന്നില്ല. അത്രയും ആൾക്കാരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ല, എത്ര പൂര ഫാമിലീസാണ് വന്നിട്ടുള്ളത്. നമ്മൾ വണ്ടിയൊക്കെ ഇതേ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകണം. ഒരു തലക്കാണ് കൊടുന്ന് വണ്ടി ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിത് ഈ ഭാഗത്തേക്ക് കുറേയാണ് നടന്ന് പോകണം. അങ്ങനെ നമ്മൾ വെല്ല അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കത് വീടുണ്ട് കണ്ടു നോക്കിയാലോ. നമ്മളെ വൈബിന് പറ്റിയ കെട്ടിയവന്മാർ മാത്രമല്ല കേട്ടോ. അതുപോലെ നമുക്ക് ഉമ്മാനും ഉപ്പാനും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അടിപൊളിയാണ് നമ്മളെ ലൈഫിൽ. അവരുടെ ഇഷ്ടങ്ങളും നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ഒരേ ലെവലിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയല്ല. ആ ലൈഫ് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അങ്ങനെ ഞങ്ങൾ നടന്നു പോയി. അപ്പോൾ ഫസ്റ്റ് കണ്ടൊരു ഹോട്ടലിൽ ഒരു ചെറിയ തട്ടുകട അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് പോവാമെന്ന് കേട്ടിട്ടാണ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. ആകെ 3 ചെയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉമ്മാനെയും മക്കളെയും ഉപ്പാനെയൊക്കെ അവിടെ ഇരുത്തി. ഞാനും കേക്കൊക്കെ അവിടെ നിന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളൊരു നീച്ചാലേ നമുക്ക് ഇരിക്കാനുള്ള സ്പേസിന് ചെയറുള്ളൂ. ടേബിളുണ്ട്, പക്ഷേ ചെയർ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ സമോസയും മുട്ട ബജിയും ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അതുപോലെ മക്കൾക്കൊക്കെ മുട്ട ബജി മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചൂടുള്ള ചായയും നല്ല അടിപൊളി സമോസയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് പൊക്ക ഇവിടെ കഴിക്കാനായിട്ട് പോയി. അപ്പോൾ കുറച്ച് പൊക്ക അവിടെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് ഉപ്പാക്കും നമ്മൾ പഴംപൊരി വേണം, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അതിൽ നിന്ന് കഴിച്ചു. എനിക്ക് സമൂസ ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഉള്ളായിരുന്നു, ഭയങ്കര എരിവാണ്, നമുക്കത് വേണ്ടാന്നാണ് ഉള്ളായിരുന്ന കാര്യം. അപ്പോൾ പിന്നെ അവൾക്ക് മുട്ട ബജി വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു. സമൂസ പിന്നെയൊക്കെ കഴിച്ചു കേട്ടോ. അതുപോലെ പൊക്ക അവിടെ അടിപൊളിയായിരുന്നു. കുറച്ച് വലുതായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ കഴിച്ചു. ഫസ്റ്റിനായിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ട്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചായ കുടിക്കാനായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് തട്ടുകടകളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഒരുപാട് തട്ടുകടകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പല ഏരിയകളിലായിട്ട് ഒരുപാട് തട്ടുകടകളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് ചായ കുടിച്ചു. എൻ്റെ ഉമ്മാരൊക്കെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് കഴിയാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ചൂടുണ്ടല്ലോ, അപ്പോൾ ചൂടാറിയിട്ടൊക്കെ അടിച്ച് വരാൻ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടുന്ന് എല്ലാം നടന്നു കിട്ടാം. നമ്മൾ കടൽ തീരത്തൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ടില്ല, ഫുള്ള് ഇതേപോലെ ഓരോരോ ഭാഗത്തും ചെറിയ തട്ടുകടകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇതിലും പാട്ടും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ വൈബ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ വേണ്ടിയില്ല, ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ പോകണമെന്ന് ഉമ്മാക്കും ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ കണ്ട സർബത്ത് എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാൻ പാനിപൂരി കാണാൻ മറന്നു പോയിട്ട് ലാസ്റ്റാണ് ഞാൻ കണ്ട് തിരിച്ചു വരുന്ന ടൈമിൽ. പിന്നെ കഴിക്കാനുള്ള മൂടുണ്ടായിരുന്നില്ല, കഴിച്ചില്ല.
ബാക്കി ഐറ്റംസ് നമ്മൾ പല ഐറ്റംസ് കഴിച്ചുകൊണ്ട് പിന്നെ ഭയങ്കര ഒരു ചടുപ്പ് കഴിക്കാൻ. അങ്ങനത്തെ പിന്നെ നമ്മൾ കഴിച്ചത് നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസ് ആയിരുന്നു. എന്തൊക്കെ ഉണ്ട് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് മസാലയിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ അടിപൊളിയായിരുന്നു കേട്ടോ. ചില എന്താ പ്രത്യേക നല്ല ടേസ്റ്റ്. ഇനി മസാല നല്ല പഴുത്തോടെ എന്താണെന്നറിയില്ല, നല്ല അടിപൊളിയായിരുന്നു. നമ്മളെ പൈനാപ്പിൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മക്കൾ വിചാരിച്ചിട്ട് വീണ്ടും മേടിച്ചില്ല. നമ്മൾ മേടിച്ച് അവർക്കും വേണ്ടിയൊരു സുർക്കലിട്ടായിട്ട് നമ്മൾ വല്ലാണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന പോലെയല്ലല്ലോ, മക്കൾക്ക് അത്രയും ഒരുപാട് സുർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് കഴിക്കണമെന്നില്ല, വയറൊക്കെ കാളിക്കോളും. അപ്പോൾ നമ്മൾ അവർക്ക് അതിനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊക്കെ ആക്കി ഉമ്മയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പൈനാപ്പിൾ, പൊതുവേ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പിലിട്ടതും കുറച്ച് സ്പൈസിയും കൂടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഹൈസിമാർക്ക് ഇതേ കോയിൽ മതി, ഞാൻ അത് മേടിച്ച് കൊടുത്തു. പിന്നെ നമുക്കൊക്കെ തന്നിട്ട് ആൾ പെട്ടെന്ന് ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ചോദിച്ചാൽ വേഗം തരും. പക്ഷെ നമ്മൾ ചോദിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും കേട്ടോ ആൾക്ക്. അങ്ങനെ നമുക്ക് കോയിലൊക്കെ തന്നു, അതും കഴിച്ചു. അപ്പോൾ എമ്മിക്ക് മാങ്ങ വേണമെന്നപ്പോൾ മേടിച്ച് കൊടുത്തു. പക്ഷേ അവൾ കഴിച്ചില്ല. ആ ഒരു കഷ്ണം കൂടെ തന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നു. അപ്പോൾ ആ മാങ്ങയും നമ്മൾ കഴിച്ചു. സൂര്യൻ അസ്തമിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വരുന്ന ടൈമിൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും ഞങ്ങൾ കരുതി. കുറച്ച് ലേറ്റ് ആയല്ലോ വരാനും. പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടുമില്ല. പറയുമ്പോൾ ഭയങ്കര തിരക്ക്, എന്ത് ജനങ്ങളാണ്. അടിപൊളി, എന്താ പറയുക, എല്ലാ ഫാമിലീസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എത്ര പോലെ ആൾക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെതാ പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറേ അപ്പുറത്തേക്ക് വീണ്ടും നടന്നു കേട്ടോ. ഒരു ഭാഗത്തിന് നോക്കുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഒരു എല്ലാം കൂടെ വീണ്ടും മേടിക്കാനൊരു ഇതല്ലേ. അപ്പോൾ നമ്മൾ ഈ കടകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ വെല്ല മാറി നടന്നു. കാരണം ഒരേ സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ കട മൊത്തം കാലിയാക്കാനും ഇവർ മൂന്നാളും തന്നെ മതി. കാരണം ഫുള്ള് കഴിക്കില്ല, നാശാക്കിയിടും. അതുകൊണ്ട് അങ്ങനെ ഇക്കാകാനെ കിട്ടിയപ്പോൾ വീഡിയോ എടുക്കിയത് പറഞ്ഞ് ആൾക്ക് ഈ വീഡിയോൻ്റെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര ചടുപ്പൊരു കാര്യം. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വീഡിയോ കുറച്ച് നേരത്തിൽ ഇക്കാകുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതേപോലെ ഒരു വഞ്ചി ഉണ്ടായിരുന്നു, അതിന് പോയിരുന്നു കേട്ടോ. ചീത്തയും കിട്ടും ഞങ്ങൾക്ക്. അവിടെ ചീത്തയൊക്കെ അവരാണ് ഞങ്ങൾ ഇതൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വല കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ നീച്ച് പോകുന്നു. അതവരെ ചോറല്ലേ, നമ്മൾ ഞാൻ പിന്നെ കംപ്ലയിൻ്റ് ആക്കണ്ടേ, കടലിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ ഒക്കെ തന്നെ നമ്മൾ നീച്ച് നമുക്ക് ചേരൊക്കെ ഇട്ടോ നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അയാമൻ കുറേ നേരമായി കടലിൽ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. പക്ഷേ ഐസിനെ പേടിച്ചിട്ട് ഞങ്ങൾ അവനെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആളിനെ കുറച്ച് സങ്കടമൊക്കെ പെട്ടപ്പോൾ പിന്നെ ഐസിനെ കാണാണ്ട് ഞങ്ങൾ അവനെ കടലിലോട്ട് ഇറക്കി. പക്ഷേ ഞാൻ ആദ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ദൂരത്തോട്ട് പോയത് അടുത്ത് നിന്ന് വെള്ളം വരുന്ന രീതിയിൽ കുറച്ചെണ്ണം നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് അതിനെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് പേടിയാണ് വെള്ളത്തിൽ. ഞാനൊക്കെ സ്വാഭാവികം ഇറങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കയ്യിൽ അവർ പിടിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയല്ല. ഞാനാണെങ്കിൽ വെള്ളത്തിൽ ചവിട്ടിയിട്ടില്ല കേട്ടോ, ഞാൻ കരിക്കലാണെന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഴിഞ്ഞു. അതുപോലെ സൂര്യനൊക്കെ അസ്തമിച്ചു. അതിനുശേഷം പിന്നെ ഇപ്പം അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ അയാൻ്റെ അടുത്ത് പോയി നിന്ന് ഞാൻ ഇതിനിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവന് വെള്ളത്തിൽ ഇറങ്ങണ കണ്ടപ്പോൾ ഐസിനിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇപ്പം അയാൻ്റെ അടുത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചെറിൻ്റെ ഐസ് കഴിക്കാനൊരു പോയി. അങ്ങനെ കാക്കാനോട് പറഞ്ഞിട്ടുണ്ട് ചെറിൻ്റെ ഐസ് പറഞ്ഞിട്ടാ 20 രൂപയായിരുന്നു. പക്ഷേ അവർ നമുക്ക് 10 രൂപ കാട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. 10 രൂപയ്ക്ക് തരാൻ ഞങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നല്ലൊരു കാക്കിയായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് ചെയ്തു. മക്കൾ നല്ല മുതലാക്കിയിട്ടുണ്ടായിരുന്നു വാപ്പാണ്. അങ്ങനെ നമുക്ക് ചെറിൻ്റെ ഐസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ചെറിൻ്റെ അടിപൊളി എന്ന് അറിയില്ല, കുറച്ച് സർബത്തും കാര്യങ്ങളിട്ട് കഴിഞ്ഞ സംഭവം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുത്തെ ചെറിൻ്റെ ഐസും കഴിച്ചിട്ടാ. ഞാനും കാക്കിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് കൊടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻവോൾട്ട് വന്നിട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനിയും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് ഐസുള്ളൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൈക്ക് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മാക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉമ്മാക്ക് അത് കഴിച്ച് ചിലപ്പോൾ പല്ലുവേദന എങ്ങാനും വന്നാൽ അതൊരു ഇടങ്ങറല്ലേ. അപ്പോൾ ഉമ്മാർ എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൈക്ക് ചെറിൻ്റെ ഐസ് കഴിച്ചിട്ടാ. പിന്നെ ചെറിൻ്റെ ഐസ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കയ്യിൽ ഐസും അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താണ്, അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അയാൾക്ക് ഇത് വേണം, അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്കും അയാൾക്കും ഉമ്മാക്കും നമ്മൾ അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ആ കടയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരിത് നമുക്ക് അവിൽ മിൽക്ക് റെഡിയാക്കി തരികയാണ്. ഇവിടെ ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 2:30-3 മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 2 മണി വരെയൊക്കെ ഇവർക്ക് അവിടെ ആൾക്കാരുണ്ടാകുന്നതാണ് ഇവർ പറയുന്നത്. ആ ടൈം കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് പോകാറാണ്. കാരണം അത്രയും ആൾക്കാരുടെ വരാറുണ്ട്. 2 മണിക്ക് ശേഷമൊക്കെയാണ് ആൾക്കാർ ഏകദേശം വീട്ടിലേക്ക് പോകുക എന്നാണ് ഇവർ പറഞ്ഞത്. അത്രയും ടൈമിൽ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓരോ തട്ടുകടൻ്റെ മുന്നിലും ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാനുള്ള
അതായത് ആ കടയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്, നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് രാത്രികളിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ടൈമിൽ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ വെച്ച് അവർ എന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നതൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ടോ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങളൊക്കെ, അതായത് എല്ലാ കടകളുടെ മുന്നിൽ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വെട്ടം കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉള്ള ടൈമിൽ അങ്ങോട്ട് പോകണമെന്നൊക്കെ നടക്കുമാകും എന്തായാലും. അപ്പോൾ അതേ ഉപ്പകൾ അവിൽ മിൽക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും 3 നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. വലിയ ഗ്ലാസ് ആകുമ്പോൾ എങ്ങനെയായാലും അത് കുടിച്ച് പോകില്ല, ബാക്കിയാവും. അപ്പോൾ നമ്മളതൊന്ന് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അയാൻ മോനൊക്കെയാണ് കുറച്ച് കുടിച്ചിട്ട് ബാക്കിയാക്കും. പിന്നെ ഉമ്മാക്കൊന്നും ഞാൻ ഓവറായിട്ട് അങ്ങനെ കഴിക്കുന്നില്ല, ചെറിയ ഗ്ലാസ്സിലേക്ക് ഉമ്മ കുടിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ അവരിതാ നമ്മൾ പാലൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിൽ മിൽക്ക് ഇത് റെഡിയാക്കി തന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വൈകിട്ട് ഒരു മഴവിന് ശേഷമാണ് ഒന്നും കൂടെ അവിടെ ഭയങ്കര ഭംഗി കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി, പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ആ ഒരു നിലാവും ആ ഒരു ലൈറ്റും അതുപോലെ പല ഭാഗങ്ങളിൽ പല പാട്ടുകൾ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പല ഏരിയകളിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. പിന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമാണ്, അതായത് ആ സൂര്യാസ്തമയത്തിന് ശേഷമാണ് അവിടെ ഒന്നും കൂടെ കാണാൻ ഒരു ഭംഗി. നമ്മളെന്തായാലും കുറച്ച് നേരത്തെ പോയിട്ട് കുഴപ്പമില്ല, നമുക്ക് രണ്ടും നമുക്ക് അത് ചെയ്യാൻ പറ്റും. എന്താ പറയുക, സൂര്യാസ്തമയത്തിന് മുന്നേ ഉള്ള കാഴ്ചകളും അതിന് ശേഷമുള്ള കാഴ്ചകളും രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിൽ മിൽക്കൊക്കെ നമ്മൾ ഉമ്മാക്ക് കൊടുത്ത് ഉപ്പാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ബാക്കി ഉമ്മ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് ഒറ്റ കഴിക്കാൻ പറ്റില്ല, അപ്പം മറിച്ചൊരു ക്ലാസ് മേടിച്ചു എന്നിട്ട് ഇതിൽ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അവർക്ക് വേറെ ഗ്ലാസ് സ്പൂണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് കഴിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇക്കാക്കാൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്ത് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കുമെന്ന് വെച്ചിട്ട് ആളാണെങ്കിൽ ഫോൺ ഉയർത്തി പിടിച്ച് ചിറ്റിക്കറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊടുത്ത്, അല്ലെങ്കിൽ ഇന്നെ ഇപ്പോൾ എടുത്തൂലല്ലോ വീഡിയോയിൽ. അങ്ങനെ ലാസ്റ്റ് പിന്നെ കുറച്ച് ഭാഗം എടുത്ത് കണ്ടില്ല, ഫോൺ തിരിക്കണ്ടില്ല, ഞാൻ അതിൻ്റെ വൈത്താല കറങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് പിന്നെ നമ്മൾ കൊണ്ട് പോകുന്നുട്ടോ. കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം അത്രയും കകനെ മുതലാക്കിയിട്ടുണ്ട് മക്കൾ. കാരണം ആവശ്യമുള്ളൊരു സാധനം മേടിച്ചിട്ടില്ല, ഒക്കെ മേടിക്കുക നാശാക്കി കളയുക, അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മളറിഞ്ഞ് മതി പോകാമെന്ന് പറഞ്ഞ് അത്യാവശ്യം ഇരുടായിട്ടുണ്ട്. കണ്ട് ഇരുടായിട്ട് പോലും അവിടെ ഒരുപാട് ഫാമിലി ഉണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. കണ്ട ഓരോ സ്റ്റോറിലും അത്യാവശ്യം ആൾക്കാരുണ്ട്, ഫുഡ് കഴിക്കാനാണെങ്കിലൊക്കെ ആളുകളുണ്ട്. കാരണം ലൈറ്റ് എല്ലാ ഭാഗത്തും ലൈറ്റാട്ടോ, കണ്ടില്ല, അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ. കാരണം ഇനി നിന്നിട്ട് കാര്യമില്ല, അവിടെ എല്ലാ ഇതും തീർന്ന് ഈ പൈസമൊക്കെയാണ് മക്കളുടെ നോട്ടം. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് എല്ലാം മതി പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒരു 8 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 8-8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നു. അതിനിടയിൽ നമ്മൾ ഉമ്മാൻ്റെ ഒരു കൂട്ടുകാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാരിയാണ് ഉമ്മ, പഴയ കാലത്ത് അവരൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെ കണ്ട് കുറേ സംസാരിച്ചു കേട്ടോ. പിന്നെ നമ്പർ കൊടുത്തു, അവർക്കുള്ള ബന്ധം പുതുക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റോറിൽ പാനിപൂരി കണ്ടു കേട്ടോ. പക്ഷേ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ കണ്ടത്, ഞാൻ വരുന്ന ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ എനിക്ക് മേടിക്കാനും പറ്റിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യം കഴിക്കാൻ പറ്റാഞ്ഞ്. അങ്ങനത്തെ ഈ ഒരു കടയിൽ നിന്നാട്ടോ നമ്മൾ വന്നേക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെതാ നമ്മളിന്ന് വന്നു തിരിച്ച് വീട്ടിലേക്കല്ല നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ഒരു തലക്കലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ലൈസിനെ കണ്ടില്ലേ, പാട്ട് കേട്ടാൽ മതി, അവിടെ കിടന്നോണ്ട് ഡാൻസ് കളിക്കും, അത്രയും ഇഷ്ടമാണ് പാട്ട്. മുന്നിൽ ഓടുന്നുണ്ട് പാട്ടിൻ്റെ കൂടെ ചാടി കളിക്കാൻ വേണ്ടിയിട്ട് ആൾ. അങ്ങനെതാ നമ്മൾ ഏകദേശം നമ്മൾ വണ്ടിയിലോട്ട് എത്താൻ ഇനി ഒരുപാട് പോകണം. കാരണം ഒരു തലക്കലാണ് നമ്മൾ നിൽക്കുന്നത്, വണ്ടി കൊണ്ടിട്ടിരിക്കുന്ന ഒരു തലക്കലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അത്രയും ഏരിയയാണ്, വൈഡായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എനിക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് കഴിക്കാം എന്നുള്ള രീതിയിൽ, ഏത് കടയിൽ നിന്ന് നമുക്ക് കഴിക്കാം, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഐസിന് പോകാൻ ഐസ്ക്രീം വന്നാനൊരു കിറുക്കളയത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊടുന്നു ഐസിന്. ഈ കടയിലായിട്ട് ഞാൻ പാനിപൂരി കണ്ടത്. പിന്നെ ഏകദേശം മതിയായി, കാരണം നമ്മൾ അത്രയും പല സാധനങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ മടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ മതി എന്നുള്ള രീതിയിൽ ഞാൻ കാട് പറഞ്ഞ് മതി നമുക്ക് തിരിച്ചു പോകാമെന്നറിയതാണ്. അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെതാ നമ്മൾ പോവുകയാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരട്ടെ. നമ്മൾ തിരൂർ ഉണ്ണിയാൽ ആർക്ക് ചോദിച്ചാലും അറിയും, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താലും കിട്ടും, ഗൂഗിൾ മാപ്പിലൊക്കെ.
അത്രയും ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ നമ്മുടെ ഉണ്ണിയാൽ ബീച്ച്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ണിയാൽ ബീച്ചൊക്കെ തന്നെ സെറ്റ് അയച്ചിട്ടുണ്ട്. ഇത്രയും ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഉമ്മ തന്നെ അന്തം വിട്ടു പോയിരുന്നു. പറയുമ്പോൾ ഉമ്മക്ക് പറവണ്ണുള്ള ആളാണ്, ഇത്രയും ഭംഗിയിൽ ഇവിടെ ഉള്ളത് ഉമ്മക്ക് ഇന്നാണ് ഉമ്മ കാണുന്നത്. പിന്നെ അതാ ഉമ്മാൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ അവിടെ നിന്ന് കണ്ടുമുട്ടിയെന്ന് അറിയില്ല. അതായിട്ട് കുറേ സംസാരിച്ച് അയാളുടെ ഡ്രസ്സായിട്ട് ഉമ്മാരുടെ കയ്യിലുള്ളത് ആൾ കടലിലിറങ്ങിയ ടൈമിൽ പൂരിച്ചതായിരുന്നു. അങ്ങനത്തെ അമ്മമായിട്ട് കുറേ സംസാരിച്ച് ഉമ്മാരുടെ അടുത്ത് നമ്പറൊക്കെ മേടിച്ച് ഉമ്മാരുടെ നമ്പർ അവർക്കും കൊടുത്ത് പഴയ ബന്ധമൊക്കെ അവർ പുതുക്കിയതിന് ശേഷം ഞങ്ങളൊക്കെ അമ്മ പരിചയപ്പെടുത്തി കൊടുത്തിട്ടോ. നമ്മളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് കകാനും ഇപ്പാനും എല്ലാവരും പരിചയപ്പെടുത്തിയതിന് ശേഷം യാത്രയൊക്കെ പറഞ്ഞേക്കാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് വിടണില്ല. അവർ സന്തോഷമല്ല. പിന്നെ കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, അവരുടെ വെറുതെ വിട്ടുകൊടുത്ത് അവർ കാര്യങ്ങളൊക്കെ പുതുക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം മക്കളുടെ ക്യാരക്ടർ മാറൽ ചേഞ്ച് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ വണ്ടീൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നേരെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ പോയി അവരുടെ സംസാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരു മൂത്താപ്പാനെ കാണാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോയി ഉമ്മാനെയും നാത്തൂനെയും അനിയനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് പോകാതിരുന്നെങ്കിൽ ഒന്ന് പോയി നോക്കുക. അടിപൊളിയാണ്. ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ളൊരു അടിപൊളി വൈബാട്ടോ ഇവിടെ. അപ്പോൾ കണ്ടല്ലോ എത്ര പൂര വാഹനങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത്, എത്ര പൂര ആൾക്കാരുണ്ട്, ഇത്രയും അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.